ഹലോ കൂട്ടുകാരെ, ഇന്ന് രാവിലെ മുതലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് പുളിയിട്ട് ഒരു അയിലക്കറി അങ്ങ് വെച്ചാലോ. ഇന്നലെ വെട്ടി വെച്ച അയില എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള അരമുറി തേങ്ങ ചിരണ്ടിയെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പകുതി സവാള, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, വേപ്പില, പിന്നെ പുളി വേണം. തേങ്ങ നമുക്ക് തേങ്ങാപ്പാലാക്കാൻ വേണ്ടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഒരു 5-6 ഉലുവ നമുക്കതിൽ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അതിലിട്ട് വഴറ്റി അതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഇങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാലുണ്ടാവും. അത് കഴിഞ്ഞ് അത് മൂടി വയ്ക്കുക. അപ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അയില കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അയില കഷ്ണങ്ങളൊക്കെ ചാറിലിങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും മൂടി വയ്ക്കാം. ഫ്ലെയിം കുറച്ച് സ്പീഡിൽ വയ്ക്കുക കേട്ടോ. അത് തിളച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ചട്ടി ഷെയ്ക്ക് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സുന്ദരി കറിയായിട്ടുണ്ടാവും. അതേ ഒരു കാര്യം പറയാൻ മറന്നു, ഈ സവാള വഴറ്റിയപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. നല്ല പുളിയുള്ള നല്ല ടേസ്റ്റി ഏലക്കറി റെഡിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ ബൈ, സി യു. നാളെ കാണാം.